പാഠം 666. ഒരു ഭയങ്കര ശാസ്ത്ര കഥ. ഇതെന്താ വായിക്കണത്? എന്താണ്? മോഹനേട്ടൻ പേര് മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇതുവരെ ഇല്ല, പക്ഷേ പേര് മാറ്റേണ്ടി വന്നാൽ മാറ്റും. ചേഞ്ച് ഓഫ് നെയിം. കൃഷ്ണകുമാർ ഹിയർ ബൈ ചേഞ്ച് ബൈ നെയിം ആസ് കൃഷ്ണകുമാർ. എന്തോന്ന് മോഹനേട്ടാ? കൃഷ്ണകുമാർ തന്നെ പേര് മാറ്റുന്നു. അപ്പൊ ഇനി പേര് മാറ്റുന്നതിനാ? ഒരു കാര്യം ശ്രദ്ധിച്ച് വായിക്കാൻ പഠിക്കൂ. അയാളുടെ ആദ്യത്തെ കൃഷ്ണകുമാർ എന്ന പേരിൽ കുമാർ എന്നതിൽ ഒരു എ മാത്രമേ ഉള്ളൂ. പുതിയ പേരിൽ 2 എ ഉണ്ട്. ഇതെന്തോന്ന് പേര് മാറ്റം? കൃഷ്ണൻ എന്നുള്ളത് രാമൻ എന്ന് മാറ്റിട്ടുണ്ടെങ്കിൽ പേര് മാറ്റാണെന്ന് പറയാം. കുമാർ എന്നതിൽ ഒരു എ കൂടെ കൂട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പേര് മാറ്റവും? ഭമേ, പേരിന് ഒരു ശാസ്ത്രമുണ്ട്. ഒരാളുടെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ്, ആ അക്ഷരങ്ങളുടെ സ്ഥാനം ഏതാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അയാളുടെ ഭാവി ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസർ സ്വയംപ്രഭ അവളുടെ പേര് മാറ്റാൻ പോവുകയാണ്. സംഖ്യാശാസ്ത്രത്തിലും നാമശാസ്ത്രത്തിലും ഒക്കെ ഭയങ്കര പേര് കേട്ടൊരു ജോത്സ്യനാണ് സ്വയംപ്രഭയുടെ പേര് മാറ്റുന്ന കാര്യം പറഞ്ഞത്. കാര്യമായിട്ടാണ് പറയണത്. ഇക്കാര്യത്തിൽ തമാശ പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ തലയ്ക്ക് സുഖമില്ലാത്ത കുറെ അന്ധവിശ്വാസികളെ കൊണ്ട് റവന്യൂ വകുപ്പ് നിറച്ചിരിക്കുകയാണ് സർക്കാർ. എന്റെ മോഹനേട്ടാ, ഒരാളുടെ പേരിലെ അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് അയാളുടെ ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും കളിയാക്കി ചിരിക്കും. വർഷം 2015 അത് നോർത്താ കൊള്ളാം. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? എനിക്കും സ്വയംപ്രഭയ്ക്കും വട്ടാണെന്നോ? അതെവിടുത്തെ ന്യായം? നമ്മുടെ രാജ്യത്ത് എത്രയോ പേരുകൾ മാറ്റുന്നു. പേര് മാറ്റുന്നതല്ലല്ലോ മോഹനേട്ടാ കുഴപ്പം. പേരെന്തിനു മാറ്റുന്നു, എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു കുട്ടി ജനിക്കുമ്പോ അച്ഛനും അമ്മയും ചേർന്ന് വളരെ സ്നേഹത്തോടെ ആ കുട്ടിക്ക് ഒരു പേരിടുന്നു. ആ പേര് പിന്നെ മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോ മുതിർന്നപ്പോ കുട്ടിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ കരുതുക. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവന് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാം. അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ പേര് മാറ്റാതെ പേരിലെ ഈ അക്ഷരങ്ങൾ മാത്രം മാറ്റുന്നില്ല, എന്താണ് ന്യായം? നാമശാസ്ത്രം എന്നൊരു ശാസ്ത്രശാഖയുണ്ട്. അത് ശാസ്ത്രശാഖയല്ല, അന്ധവിശ്വാസ ശാഖയാണ് എന്ന് നീ പറഞ്ഞാൽ മതിയോ? ഒരാളുടെ പേരിന് അയാളുടെ ഭാവിയെ സ്വാധീനിക്കാൻ പറ്റും. അറിവുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാൽ ഏത് പേരിനാണ് ദോഷം, ഏത് പേരിനാണ് ദോഷമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുതരും. മോഹനേട്ടാ, ഒരാളുടെ പേരിന് അത്രയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. തിരിച്ചറിയാൻ ഒരു പേര് അത്രയേ ഉള്ളൂ. പേരിലായിരുന്നു എങ്ങനെ നമ്മൾ ആളുകളെ തിരിച്ചറിയുക? എന്റെ പേര് സത്യഭാമ എന്നായതുകൊണ്ട് മോഹനേട്ടൻ എന്നെ പറ്റി മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഭാമ എന്ന് പറയാം. കോടതിയിൽ കേസ് വരുമ്പോ എന്റെ പേര് പറഞ്ഞിട്ടാണ് കക്ഷികൾ വരുന്നത്. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ പേര്. മോഹനേട്ടൻ വലിയ ഷേക്സ്പിയർ ആരാധകനാണല്ലോ. റോമിയോ ആൻഡ് ജൂലിയറ്റിൽ ഷേക്സ്പിയർ ചോദിച്ചത് ഒരു പേരിൽ എന്തിരിക്കുന്നു, പനിനീർ പുഷ്പത്തിന് ആ പേരില്ലായിരുന്നുവെങ്കിലും സൗരഭ്യം കുറയുമായിരുന്നു എന്നാണ്. പേരിനൊരു പ്രസക്തിയില്ല എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേണോ? നീ അങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ. ലോക പ്രശസ്തരായ എത്രയോ പേരിലെ അക്ഷരങ്ങൾ മാറ്റിയിരിക്കുന്നു. അവരൊക്കെ മണ്ടന്മാരാണ്. എന്താണ് അതിലിത്ര സംശയം? പ്രശസ്തരായ ആളുകൾ ചെയ്തുകൊണ്ട് ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മോഹനേട്ടന്റെ പേര് നീലാണ്ടൻ എന്നായിരുന്നുവെങ്കിൽ മോഹനേട്ടൻ എന്ന വില്ലേജ് ഓഫീസർ ആവില്ലായിരുന്നു. മോഹനേട്ടാ, എന്തെങ്കിലും ആവുന്നതും ആവാതിരിക്കുന്നതും എല്ലാം നമ്മളാണ്, നമ്മുടെ പേരല്ല. നമ്മൾ എന്തായാലും നമ്മുടെ പേര് അതാവും, അത്രേ ഉള്ളു കാര്യം. നീ എന്തൊക്കെ പറഞ്ഞാലും പേരിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വയംപ്രഭ കണ്ട ജോത്സ്യനെ ഞാനും കാണാനിരിക്കുക. എന്റെ പേരിന് കുഴപ്പമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാനും എന്റെ പേര് മാറ്റും.
ഒരു കാറിന്റെ ഹോണല്ലേ ഇത്? അതാരാ കാറിൽ നേരത്ത്? പുരുഷോത്തം സാറോ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ആ കേസിന്റെ ഫയല് സത്യഭാമ ചോദിച്ചിരുന്നല്ലോ, അത് തരാന്ന് കരുതി വന്നതാ. മോഹനേട്ടാ, ഇത് ലക്ഷ്മി ഫിനാൻസിലെ പുരുഷോത്തമൻ സാറ്. നമസ്കാരം. മോഹനേട്ടൻ. എനിക്കറിയാം മോഹനേഷ് സാറിനെ പറ്റി അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? ഞാൻ 1-2 ഭൂമി ഇടപാട് നടത്തിയപ്പോ പോക്ക് വരവിനായി എന്റെ അനിയനെയാ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടത്. അവൻ തിരികെ വന്നപ്പോ പറഞ്ഞു മോഹനേഷ് സാറിനെ പറ്റി. ഇക്കാലത്ത് ഇത്രയും സത്യസന്ധനും മാന്യനുമായ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാകുമോ എന്ന് വരെ ഞാൻ കരുതിയിട്ടുണ്ട്. സാറ് മനസ്സിലാക്കിയതിനെക്കാട്ടിലൊക്കെ ഭയങ്കരനാണ് മോഹനേട്ടൻ. ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരുന്നും അത്തരം ഒരു വിഷയമാണ്, അല്ലേ മോഹനേട്ടാ? എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ഫയല് തരാൻ വേണ്ടി മാത്രം സാർ ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതല്ല കാര്യം, ഫയൽ ആരുടെയെങ്കിലും കയ്യിൽ ഓഫീസിലേക്ക് കൊടുത്തു വിടാനാ ഞാൻ ആലോചിച്ചത്. പക്ഷെ പെട്ടെന്ന് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം വന്നു. എന്നാ പോകുന്ന വഴിക്ക് ഇവിടെ കയറി ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. എന്നാ ശരി. എന്തൊരു നല്ല മനുഷ്യന്! ഇത്ര വലിയ പണക്കാരാണെന്നുള്ള യാതൊരു ഭാവമില്ല. എന്താണ് സാർ, വണ്ടിയുടെ നമ്പർ പ്രശ്നമാണ്. എന്താ? എന്ത് പ്രശ്നം? പാശ്ചാത്യ സംഖ്യാശാസ്ത്ര പ്രകാരം 666 പിശാചിന്റെ സംഖ്യയാണ്. അങ്ങനെ ഒരു നമ്പർ ഉപയോഗിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും. ഇതെന്താ ഭ്രാന്ത പറയുന്ന മോനോട്ടാ? ഞാൻ കാര്യം പറയുന്നേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി ആദ്യാഭ്യസത്തിൽ ചോദിച്ചു വാങ്ങിയ നമ്പർ ആയിരിക്കും അത്. വേണ്ടിയിരുന്നില്ല. അല്ല, സാറ് നിന്നും കാര്യാക്കണ്ട. മോഹനേട്ടന്റെ അന്ധവിശ്വാസം ആയതുകൊണ്ട് പറഞ്ഞതല്ല. ചെറുപ്പം മുതലേ ഈ സംഖ്യകളിലെ പ്രത്യേകതകളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ആളാ. ഏതൊരു സംഖ്യ ഉണ്ടാലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത പറഞ്ഞു കളയും. അത്രേ ഉള്ളൂ. എന്നാ ശരി, കേസിന്റെ കാര്യം ഞാൻ അറിയിച്ചോളാം. മോഹനേട്ടൻ എന്നെ നാണം കെടുത്തി അടങ്ങുള്ളല്ലേ? മോഹനേട്ടൻ എന്തിനാണ് പുരുഷോത്തം സാറിന്റെ ആ വണ്ടിയുടെ നമ്പർ കോളില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പേര് പോലെ തന്നെ സംഖ്യകൾക്കും ചില ശാസ്ത്രമുണ്ട്. ഓരോ മനുഷ്യർക്കും ചില ഭാഗ്യസംഖ്യയുണ്ട് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഓരോ മനുഷ്യർക്കും ചില ദോഷകരമായ സംഖ്യകളും ഉണ്ട്. 666 എന്ന സംഖ്യ എല്ലാവർക്കും ദോഷമുള്ള സംഖ്യയാണ്. എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കല്ലേ? നീ എന്തു പറഞ്ഞാലും 666 പ്രശ്നമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ മനുഷ്യർ അതിനെ പിശാചിന്റെ സംഖ്യ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഖ്യ തന്നെ കാറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പുരുഷോത്തമ സാറിന് ഭ്രാന്താണ്. ഭ്രാന്ത് മോഹനേട്ടനാണ്. എന്റെ ഈശ്വര, മോഹനേട്ടനെ പറ്റി എന്ത് നല്ല അഭിപ്രായമായിരുന്നു പുരുഷോത്തമ സാറിന്. അത് മുഴുവൻ കളഞ്ഞു വിളിച്ചില്ലേ? ഇനിയിപ്പൊ എന്നെ കാണുമ്പോ സാർ കളിയാക്കി ചിരിക്കും. ഈ അന്ധവിശ്വാസത്തിലൂടെ എങ്ങനെ ജീവിക്കുന്നു ഭാമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും? നീ മറുപടി പറയണ്ട. പല്ലുവേദനയാണെന്ന് പറഞ്ഞാ മതി. എന്നാൽ ഒരു ജോത്സ്യം പറയുന്ന കേട്ട് സ്വന്തം പേരൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ കഷ്ടാണ് പ്രഭേ. ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അതെങ്ങനെ അന്ധവിശ്വാസാവും?
ഞാനീ പറഞ്ഞ ജോത്സ്യൻ സംഖ്യാശാസ്ത്രത്തിലൊക്കെ ഭയങ്കര സാമർത്ഥ്യമുള്ള ആളാ. അയാള് പറഞ്ഞ അച്ചട്ടെന്നാണ് എല്ലാരും പറയുന്നത്. എന്റെ സ്വയംവരവ സാറേ, ഈ നൂറ്റാണ്ടിൽ ഇത്ര അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നതിനെ കഷ്ടമാണ്. ഒരാളുടെ പേരും അയാളുടെ ഭാവിയും തമ്മിൽ എന്താ ബന്ധം? കുട്ടികൾ ജനിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു പേരിടുന്നു. അതെന്തിനാ? മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാം അല്ലേ? ആ പേര് അയാളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാ? നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ജോത്സ്യനെ വിശ്വാസമാണ്. ഞാൻ എന്തായാലും പേര് മാറ്റാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രൊഫസറെ? ശിശുപാലൻ ചേട്ടാ, ഞാൻ അങ്ങനെ പേര് മുഴുവനായിട്ടൊന്നും മാറ്റുന്നില്ല. സ്വയംപ്രഭ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോ അവസാനം ഒരു എയിലേ ഉള്ളൂ. അത് 2 A ആക്കും. അതോടെ പേരിലുള്ള ദോഷം മാറുമെന്നാണ് ജോത്സ്യം പറയണത്. എനിക്കിതാ മനസ്സിലാവാത്തത്. കേരളത്തിൽ ജീവിച്ച് മലയാളം മാത്രം അറിയാവുന്ന ഒരു ജോത്സ്യൻ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ദോഷഫലം മനസ്സിലാക്കുന്ന എങ്ങനെയാ? സാറേ, ഇത് വെറും തട്ടിപ്പാ. ഇങ്ങനെ ഒരു പേര് മാറ്റാൻ എത്ര രൂപ ചെലവ് വരുമെന്നോ? വെറുതെ ആ കാശ് കളയുന്ന എന്തിനാ? നമ്മളൊക്കെ അമ്പലത്തിലും പള്ളിയിലും പോയി നേർച്ചയിടുമ്പോ ആ പൈസ പോയി എന്ന് വിചാരിക്കോ? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കിയില്ലെങ്കിലേ ഒടുവിൽ ജീവിതം കുട്ടിച്ചോറായിപ്പോ. എന്നാ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളാരും വിശ്വസിക്കില്ല. ഞാൻ എന്തായാലും പേര് മാറ്റാനുള്ള അപേക്ഷ നാളെ കൊടുക്കും. 1 മാസത്തിനുള്ളിൽ എന്റെ പേര് മാറും. അതോടെ എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം നിങ്ങൾ കണ്ടോ? നമുക്ക് കാണാമല്ലോ. ശിശുപാല, സ്വയംപ്രഭ പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. പേരിന് ഒരാളുടെ ജോലിയിൽ വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇല്ല എന്ന് ശിശുപാലിനെ പോലുള്ളവരും ബുദ്ധിയില്ലാത്ത വേറെ ചിലരൊക്കെ പറയുമായിരിക്കും. പക്ഷേ അത് സത്യമല്ല. സ്വയംപ്രഭയുടെ പേര് മാറ്റണമെന്ന് സ്വയംപ്രഭയ്ക്ക് തന്നെ തോന്നുന്നുവെങ്കിൽ അത് മാറ്റിക്കോളൂ. സ്വയംപ്രഭ കണ്ട ജോത്സ്യൻ വലിയ കേമനാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഒരു കാര്യം പറയുമ്പോ അത് ധിക്കരിക്കുന്നതിനാ? ശിശുപാല, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാം അറിയാവുന്ന മട്ടിലുള്ള ഈ ഭാവം മാറ്റണം. കാരണം ശിശുപാലിന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് മനസ്സിൽ വെച്ചോളൂ. കേട്ടല്ലോ? കഷ്ടം. പ്രൊഫസറിനെ പോലുള്ള ഒരാളിനൊരു അബദ്ധം പറ്റുമ്പോ തിരുത്തേണ്ട ആളായി പോയത്. സാറും അത് തന്നെ പറയുന്നു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. ശിശുപാല, സാർ വിളിച്ചു. താലൂക്ക് ഓഫീസിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാമെന്ന് സഹദേവൻ പറഞ്ഞതാണ്. പക്ഷെ അവിടെ എല്ലാവർക്കും തിരക്കാം. ശിശുപാലൻ താലൂക്ക് ഓഫീസിൽ ഒന്ന് പോണം. നേരെ പോയി സഹദേവനെ കണ്ടാ മതി. ഇപ്പൊ പോണോ സാർ? വേണ്ട, ഉച്ചകൂട് കഴിഞ്ഞ് പോയാൽ മതി. 2 മണിക്ക് സഹദേവനോടെ കാണും. ശരി സാർ. നമസ്കാരം വക്കീലെ. ഉത്തമനത്തെ ഈ നേരത്ത് ഒരു ഭയങ്കര സംഭവം ഉണ്ടായി വക്കീലെ. നമ്മുടെ ലക്ഷ്മി ഫിനാൻസിലെ പുരുഷോത്തമ സാറല്ലേ, സാറിന്റെ വണ്ടി ഇടിച്ച് താലൂക്ക് ഓഫീസിന്റെ ഇപ്പുറത്തെ വളവിൽ വെച്ചായിരുന്നു സംഭവം. എതിരെ വന്ന് ലോറിയുമായി പുരുഷോത്തമ സാറിന്റെ കാർ ഒറ്റ ഇടി. കാറിന്റെ മുൻവശം മൊത്തം തകർന്ന തരിപ്പണമായി പോയി. ഡ്രൈവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുണ്ട്. പുരുഷോത്തമ സാറിന് ഒരു കയ്യും ഒടിഞ്ഞു. മോഹനോട് പറഞ്ഞു വരുന്നതിന് സംഭവിച്ചല്ലോ. മോനെ സാർ പറഞ്ഞ അതെ ഉത്തമ, ഇന്ന് രാവിലെ ഒരു കേസിന്റെ കാര്യത്തിൽ പുരുഷോത്തമ സാർ ഇവിടെ വന്നിരുന്നു. അപ്പൊ കാറിന്റെ നമ്പർ പ്രശ്നമാണ്. ആ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാവുന്നു മോഹനോട് പറഞ്ഞതാ.
എന്റെ ഈശ്വര, അത് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ശരിടാ. കാഞ്ചനെ, ശിശുപാലൻ വന്നില്ലേ? ഇല്ല സർ. താലൂക്ക് ഓഫീസിൽ നിന്ന് ആ ഫയലുമായി ശിശുപാലൻ ഇറങ്ങിയത് 2:15. ബൈക്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇവിടെ വരെ എത്താൻ 10 മിനിറ്റ് മതി. അതായത് 2:25 മുമ്പ് ശിശുപാലൻ ഇവിടെ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോ മണി 3:15. എന്താ അതിനർത്ഥം? ഞാൻ താലൂക്ക് ഓഫീസ് വരെ പോകാൻ പറഞ്ഞത് ഒരവസരമാക്കി ശിശുപാലൻ വേറെ എവിടെയോ പോയിരിക്കുന്നു. എന്ന് ശിശുപാലൻ വരട്ടെ, നീ വരെ അറിയും. സാർ, ഇതാ സാർ ഫയല്. ഇപ്പോ എത്ര മണിയായി? 3:15. ശിശുപാലൻ എത്ര മണിക്കാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്? സാർ, അത് എനിക്കറിയാം. 2:15. താലൂക്ക് ഓഫീസിൽ നിന്ന് ഇവിടെ വരെ വരാൻ 1 മണിക്കൂർ വേണം. അതെ സാർ, താലൂക്ക് ഓഫീസിൽ നിന്ന് സാധാരണ ഞാൻ നടന്നു വരാൻ എടുക്കുന്നത് 25 മിനിറ്റാണ്. അപ്പോ ബൈക്കിൽ ഇവിടെ വരെ വരാൻ പരമാവധി 10 മിനിറ്റ് മതി. എന്നിട്ടും ശിശുപാലന് 1 മണിക്കൂർ വേണ്ടി വന്നു. ശിശുപാലൻ ഇഴഞ്ഞുരുണ്ടാണോ വന്നത്? ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു. അവിടെ കുറച്ചു സമയം നിന്നു. അതാ. അങ്ങനെ ഒരു അപകടം കണ്ടാൽ അത് നോക്കി നിൽക്കാൻ ശിശുപാലൻ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയൊന്നും അല്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതുകൊണ്ട് അപകടത്തിൽപ്പെട്ട ആരെങ്കിലും ശിശുപാലൻ സഹായിച്ചോ? ഇല്ല സാർ. അതായത് വെറുതെ വഴിയിൽ വായി നോക്കി നിന്നു. അങ്ങനെ നിൽക്കാനല്ല ശിശുപാലൻ സർക്കാർ ശമ്പളം തരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ശിശുപാലൻ ലീവാണ് എന്നാണ് കൂട്ടിക്കൊള്ളു. ഇത്തരം കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അങ്ങനെ പറയരുത്. അങ്ങനെയേ പറയൂ. ഇത് ശിശുപാലനെ പോലുള്ളവർക്ക് ഒരു പാഠമായിരിക്കട്ടെ. മേലിൽ വഴിയിലെ കാഴ്ചകൾ കണ്ടുനിന്ന് സമയം കളയരുത്. ശിശുപാലൻ ചേട്ടാ, എന്താ ആക്സിഡന്റ് ആയിരുന്നു? ലക്ഷ്മി വിലാസത്തിലെ പുരുഷോത്തമൻ സാറില്ലേ, പുള്ളിക്കാരന്റെ കാറ് ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. പുരുഷോത്തമൻ സാറിന്റെ കൈ ഒടിഞ്ഞെന്നാ പറയുന്നത്. ഞാൻ ആളെ കണ്ടില്ല. സ്പോട്ടിൽ ഞാൻ എത്തുന്നതിന് മുമ്പേ സാറിനെ ആശുപത്രി കൊണ്ടുപോയി. ആ കാറിന്റെ കിടപ്പൊന്ന് കാണണം. കാറ് കണ്ട ഓടിച്ചിരുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടെന്നേ തോന്നൂല. പുരുഷോത്തമ സാറിന്റെ പ്രാണം പോവാത്തത് ഭാഗ്യം. ശിശുപാല, കൈയൊടിഞ്ഞല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പുരുഷോത്തമൻ സാറിന്? അതില് ഇല്ലെന്നാ കേട്ടത്. പക്ഷെ വണ്ടിയുടെ കാര്യം ഫുള്ള് പോയി സാറേ. പോകും. കാര്യഗൗരവമുള്ളവർ ഒരു കാര്യം പറയുമ്പോൾ പുച്ഛിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ശിശുപാലൻ ലീവ് എടുക്കണ്ട. ജോലിയെടുക്കണ്ടേ? പുരുഷോത്തമ സാറിന്റെ ആക്സിഡന്റും ശിശുപാലൻ ചേട്ടന്റെ ലീവും തമ്മിൽ എന്താ ബന്ധം? മോഹനേഷ് സാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ എല്ലാ നിഗൂഢതയും എനിക്കറിഞ്ഞൂടല്ലോ. ഇത് ആ സൈസ് എന്തോ നിഗൂഢതയാ. ഭാമേ, ഭാമേ, എന്തായി? നിന്റെ അഹങ്കാരത്തിന് ഇപ്പൊ ചെറിയൊരു കുറവൊന്നാണല്ലോ. അതോ ഇനിയും നീ നിന്റെ ശാസ്ത്രം പറഞ്ഞോണ്ടിരിക്കുവോ? ഭാമേ, നിന്നെ പോലുള്ള ചില പരിഷ്കാരികൾക്ക് ഒരു ധാരണയുണ്ട്. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ. അത് തെറ്റാണ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടിരിക്കുന്ന മർത്യൻ കഥയെന്ത് കാൺമു എന്നാണ് കവിവാക്യം. പേരിൽ ചില കാര്യങ്ങളുണ്ടെന്നും ഒരാളുടെ പേരിന് അയാളുടെ ഭാവിയെ സ്വാധീനിക്കാനാകുമെന്നും ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് ഞാൻ സംഖ്യാശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു അത് വിവരക്കേടാണ് എന്ന്. എന്നെ പോലൊരു അന്ധവിശ്വാസിയുടെ കൂടെ എങ്ങനെ ജീവിക്കും ഭാമേ എന്ന് പറഞ്ഞ് പുരുഷോത്തമൻ സാർ നിന്നെ കളിയാക്കുമെന്നായിരുന്നല്ലോ നിന്റെ സങ്കടം.
ഇപ്പോഴോ ഇനി പുരുഷോത്തമ സാർ നിന്നോടൊന്ന് പറയും. കെ മോഹനകൃഷ്ണൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസർ മാത്രമല്ല, സംഖ്യാശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള ഒരു കേമനും കൂടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോ. ഭാമേ, വിവരമുള്ളവരോട് കളിക്കരുത് എന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായോ നീ ഒരു പരമ വിഡ്ഢിയാണെന്ന്? കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്ഷമ പറയാനാണെങ്കിൽ അത് നടക്കില്ല. ഈ വിഷയത്തിൽ ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ക്ഷമ പറയാനല്ലെങ്കിലോ? സത്യത്തിൽ മോഹനേട്ടന്റെ മുഖത്ത് നോക്കി 4 ചീത്തയാണ് പറയേണ്ടത്. മോഹനേട്ടൻ രാവിലെ 666 എന്നുള്ള സംഖ്യ അപകടം വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞതോടെ പുരുഷോത്തമൻ സാറ് അങ്കലാപ്പിലായി. അദ്ദേഹം കാര്യമായി ബഹുമാനിക്കുന്ന വില്ലേജ് ഓഫീസർ അല്ലേ പറഞ്ഞത്? ഒരു കാര്യമില്ലാതെ മോഹനേട്ടൻ അങ്ങനെ പറയില്ല എന്ന് പുരുഷോത്തമ സാർ അങ്ങ് വിശ്വസിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയ പാടെ ഡ്രൈവറോട് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിടാൻ സാർ പറഞ്ഞു. വീട്ടിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വേറൊരു വണ്ടിയിലാണ് പുരുഷോത്തമൻ സാർ ടൗണിലേക്ക് പോയത്. ആ വണ്ടിയുടെ നമ്പർ 666 അല്ല, 6 എന്നുള്ളൊരു സംഖ്യയെ അതിനകത്തില്ലായിരുന്നു. ആ വണ്ടിയാണ് ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചത്. മനസ്സിലായോ? മോഹനേട്ടൻ രാവിലെ ആ സംഖ്യാശാസ്ത്രം പറഞ്ഞുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ പുരുഷോത്തമൻ സാറ് രാവിലെ വന്ന കാർ തന്നെ പോവായിരുന്നു. അപ്പൊ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ ഈ അപകടം ഉണ്ടാക്കിയത് മോഹനേട്ടനാണ്. അല്ലെ? ആണ്. എന്റെ ഈശ്വര, ഇനി പുരുഷോത്തമ സാർ എന്നെ കാണുമ്പോ ചീത്ത വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. സാറ് വലുതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ തിരിച്ചു പറയേണ്ടത്? പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. അപകടം ഞാൻ കാരണം അറിയാലോ. ഒരുപാട് വണ്ടികളുള്ള റോഡല്ലേ, സൂക്ഷിച്ചോടിച്ചില്ലേ അപകടമൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞത് ന്യായം. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പൊ രാവിലെ പറഞ്ഞതോ 666 പിശാചിന്റെ സംഖ്യയാണ് എന്നത്. അതിൽ ഭയങ്കര ദോഷങ്ങളുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നല്ലേ. അനുമതി എന്നോട് രക്ഷപ്പെട്ടിരുന്ന കാര്യം. 666 എന്ന സംഖ്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷേ കേരളത്തിലെ പ്രേക്ഷകരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കാര്യനിസ്സാരം ഇന്ന് പിന്നിട്ടത് 666 എപ്പിസോഡാണ്. ഞങ്ങളെ മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത തിങ്കളാഴ്ച മുതൽ കാര്യനിസ്സാരം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നത് രാത്രി 9 മണിക്കാണ്. തുടർന്നും നിങ്ങളുടെ വാത്സല്യം ആവോളം പ്രതീക്ഷിക്കുന്നു. മറക്കാതെ കാണുക. തിങ്കളാഴ്ച മുതൽ കാര്യനിസ്സാരം രാത്രി 9 മണിക്ക്.